നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള വിളംബര ടൂറിംഗ് ടാക്കീസിന് കയ്യൂരിൽ തുടക്കമായി. സമ്പൽ സംഘർഷം. സ്ഥലം സന്ദർശിക്കാനെത്തിയ എംപിമാരെ UP പോലീസ് തടഞ്ഞു. കായിക മേഖലയുടെ വികസനത്തിന് അഴീക്കോട് മണ്ഡലത്തിൽ 5 കോടിയുടെ പദ്ധതി. പെൻഷൻ പ്രായം ഉയർത്തില്ല. മന്ത്രിസഭാ യോഗം. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠിപ്പിക്കാൻ ലൈബ്രറിയന്മാർക്ക് അനുമതി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ചുള്ള ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥക്ക് കയ്യൂരിൽ തുടക്കമായി. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അധ്യക്ഷനായി. സിനിമാ പ്രവർത്തകരായ PP കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് C. ഷുക്കൂർ, രാജേഷ് അഴീക്കോടൻ, ചിത്ര നായർ, രജീഷ് പദാവൂർ, ഷിബി K. തോമസ് എന്നിവരെ ആദരിച്ചു. സന്തോഷ് കീഴാറ്റൂർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് M. ശാന്ത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PB ഷീബ, ചലച്ചിത്ര അക്കാദമി അംഗം പ്രദീപ് ചൊക്ലി, PK ബൈജു, അരവിന്ദൻ മാണിക്കോത്ത്, K. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കയ്യൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഉപഹാരം പ്രേംകുമാറിന് കൈമാറി. ചലച്ചിത്ര അക്കാദമി അംഗം മനോജ് ഖാന സ്വാഗതവും KV ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മമ്മൂട്ടി കമ്പനിയുടെ നൻപകൽ നേരത്ത് മയക്കം പ്രദർശിപ്പിച്ചു. പകൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിൽഡ്രൻ ഓഫ് ഹെവൻ പ്രദർശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 10:30 പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ചൊക്ലി നെടുമ്പ്രം മടപ്പുരയിൽ രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്യും. 29 കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും. ഡിസംബർ 13 മുതൽ 20 വരെയാണ് തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ. ഇതിന്റെ സംഘാടനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ മനോജ് ഖാന, പ്രിയ സുഹൃത്തുക്കൾ, നമുക്ക് ഏവർക്കും സുപരിചിതനായ കേരള ചലച്ചിത്ര അക്കാദമി അംഗം കൂടിയായ ശ്രീ സന്തോഷ് കീഴാറ്റൂർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ പ്രസിഡന്റ് ശ്രീ മാധവൻ മണിയറ, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ശ്രീമതി M. ശാന്ത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ CJ സജിത്, വേദിയിലുള്ള ജനപ്രതിനിധികൾ, സദസ്സിലുള്ള ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങിനെ ഏറെ ധന്യത കൈവരിക്കുന്നത് ഉത്തർപ്രദേശിലെ സംബലിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് സംഭവസ്ഥലത്തേക്ക് തിരിച്ച മുസ്ലിം ലീഗ് MPമാരെ ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞു. ഗാസിയാബാദ് ബോർഡറിൽ എത്തിയപ്പോഴാണ് MPമാരെ തടഞ്ഞത്. ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദാനി, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, PV അബ്ദുൾ വഹാബ്, നവാസ് ഗനി തുടങ്ങിയ 5 MPമാർ 2 വാഹനങ്ങളിലാണ് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിരുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരുന്നത്. സമ്പൽ സന്ദർശിക്കാൻ അനുമതി നൽകില്ലെന്നും മടങ്ങിപ്പോകണമെന്നും പോലീസ് MPമാരോട് പറഞ്ഞു. മുഗളന്മാർ പള്ളി പണിയുന്നതിനായി ക്ഷേത്രം തകർത്തുവെന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്താൻ ജില്ലാ കോടതി ഉത്തരവിട്ടിരുന്നു. സർവേക്കെതിരെ പ്രതിഷേധിക്കുന്നവരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് ഞായറാഴ്ച ജില്ലയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. ജുമാ മസ്ജിദ് ഹരിഹർ ക്ഷേത്രമാണെന്നും ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും അവകാശപ്പെട്ട് ഋഷിരാജ് ഗിരി എന്ന വ്യക്തി നൽകിയ അപേക്ഷയിലാണ് ജില്ലാ കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സർവേ നടത്തിയത്. പള്ളിയുടെ സർവേ നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ജോലി ചെയ്യുന്ന UGC നെറ്റ് PhD യോഗ്യതയുള്ള ലൈബ്രറിമാർക്ക് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠിപ്പിക്കാൻ അനുമതി നൽകിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R. ബിന്ദു. 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഭാഗമായി കോഴ്സ് ഇൻസ്ട്രക്ടർമാരായി പ്രവർത്തിക്കാനാണ് അനുമതി നൽകി ഉത്തരവായത്. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഭാഗമായി നിലവിൽ എല്ലാ വിദ്യാർത്ഥികളും 3 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ പഠിക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കരിക്കുലം ഫ്രെയിംവർക്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് MDC കോഴ്സായി ഉൾപ്പെടുത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. കോളേജ് ലൈബ്രറിയുടെ പ്രവർത്തനത്തെയോ മറ്റ് അധ്യാപകരുടെ ജോലിഭാരത്തെയോ ബാധിക്കാതെയും ലൈബ്രറിമാർക്ക് അധിക ജോലിഭാരമായി കണക്കാക്കാതെയും മൈനർ കോഴ്സുകൾ, ഫൗണ്ടേഷൻ കോഴ്സുകൾ, സ്കിൽ കോഴ്സുകൾ എന്നിവയുടെ ഇൻസ്ട്രക്ടർമാരായാണ് ഇവർ പ്രവർത്തിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. പെൻഷൻ പ്രായം ഉയർത്തില്ല. മന്ത്രിസഭാ യോഗം.
പെൻഷൻ പ്രായം 60 ഉയർത്തണമെന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്നും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ ഭേദഗതികളോടെ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നു. കർശന നടപടിയെന്ന മന്ത്രി. അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ 1458 സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം. ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഹയർ സെക്കൻഡറി അധ്യാപകർ, കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഉണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിച്ചു. പെൻഷൻ കൈപ്പറ്റുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലിയെടുക്കുന്നത്. ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരാണ് പെൻഷൻ വാങ്ങുന്നത്. ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. 373 പേർ. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് 2ാം സ്ഥാനത്ത്, 224 പേർ. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരനാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേരും, ഹോമിയോപ്പതി വകുപ്പിൽ 41 പേരും, കൃഷി റവന്യൂ വകുപ്പിൽ 35 പേർ വീതവും, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34 പേരും, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31 പേരും, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ 27 പേരും, ഹോമിയോപ്പതിയിൽ 25 പേരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു. മറ്റു വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പെൻഷൻ പറ്റുന്നവരുണ്ട്. വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പ് തീരുമാനം. അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. KSR, KSS ആൻഡ് SSRS കണ്ടക്ട് റൂൾസ് എന്നിവ സംയോജിപ്പിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കും. ഇതിനായി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തി. സബോർഡിനേറ്റ് സർവീസിലും സ്റ്റേറ്റ് സർവീസിലും പ്രൊബേഷൻ 1 തവണ മാത്രമാക്കും. എല്ലാ വകുപ്പുകളും 2 വർഷത്തിനകം വിശേഷാൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് നിർദ്ദേശം നൽകും. പ്രത്യേക ലക്ഷ്യത്തോടു കൂടി സൃഷ്ടിക്കപ്പെടുന്ന തസ്തികകൾ ലക്ഷ്യം പൂർത്തിയാൽ അവസാനിപ്പിക്കും. പ്രസ്തുത വകുപ്പിലെ ജീവനക്കാരെ ആവശ്യമായ മറ്റു വകുപ്പുകളിലേക്ക് പുനർവിന്യസിക്കും. സ്ഥലം മാറ്റം സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിനായി സർവീസ് സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സംയുക്ത സമിതി രൂപീകരിക്കും. വായ്പാ മേളയും മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണവും. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ജില്ലാതല വായ്പാ മേളയുടെ ഉദ്ഘാടനവും മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് CDSന് മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണവും കാനിരാട് വീവേഴ്സ് സൊസൈറ്റി ഹാളിൽ ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ നിർവഹിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള മുഖ്യാതിഥിയായി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനിഷ അധ്യക്ഷയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൽ നാസിർ, C ലത, ഗീത ടീച്ചർ, അംഗങ്ങളായ EK ചാന്ദിനി, മുഹമ്മദ് അലി, കോർപ്പറേഷൻ ബോർഡ് അംഗം VK പ്രകാശിനി, MD VC ബിന്ദു, മേഖലാ മാനേജർ ഫൈസൽ മുനീർ, ജില്ലാ കോർഡിനേറ്റർ റെമി TR, CDS ചെയർപേഴ്സൺ K ഷമ്മി കാനിരോട്, വീവേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് M പവിത്രൻ എന്നിവർ സംസാരിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ 54 കുടുംബശ്രീ ഗ്രൂപ്പുകളിലെ 612 അംഗങ്ങളുമായി 3 കോടി രൂപയുടെ വായ്പ വിതരണം ചെയ്തു. ഈ വായ്പ ഉപയോഗിച്ച് ഹോട്ടൽ, കാറ്ററിംഗ് യൂണിറ്റ്, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്, തയ്യൽ യൂണിറ്റ് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളാണ് കുടുംബശ്രീ ഗ്രൂപ്പുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിജയവഴിയിൽ കുതിക്കുന്ന കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിന്റെ കായിക മേഖലയ്ക്ക് കരുത്തേകാൻ 5 കോടി രൂപ ചെലവഴിച്ച് സ്പോർട്സ് ഹോസ്റ്റലും നീന്തൽക്കുളവും അത്യാധുനിക മൈതാനവും ഒരുങ്ങുന്നു. KV സുമേഷ് MLAയുടെ ബജറ്റ് പ്രപ്പോസലിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ 5 കോടി രൂപ കോളേജിന് അനുവദിച്ചത്. ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള നെറ്റ്സ്, മൈതാനത്തിനോടൊന്ന് നീന്തൽക്കുളം, അനുബന്ധ മുറികൾ, കായിക വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടം എന്നിവയാണ് നിർമ്മിക്കുക. നീന്തൽക്കുളത്തിന് 5 ലൈൻ ഫിൽട്ടറേഷൻ യൂണിറ്റ്, ചേഞ്ചിങ് റൂമുകൾ, ടോയ്ലറ്റ് സൗകര്യം എന്നിവ ഉണ്ടാകും. 2 നില ഹോസ്റ്റൽ കെട്ടിടമാണ് ഒരുങ്ങുക.
വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്ന മൈതാനം അത്യാധുനിക രീതിയിൽ നവീകരിക്കും. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. വരുന്ന ആഴ്ച തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. വോളിബോൾ, അമ്പെയ്ത്ത്, ഭാരോദ്വഹനം, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഫെൻസിംഗ് എന്നിവയിൽ നിരവധി പ്രതിഭകളെ സമ്മാനിച്ച കോളേജിന് ആധുനിക സ്റ്റേഡിയം മുതൽക്കൂട്ടാകും. ഫുട്ബോൾ പരിശീലനം നടക്കുന്ന കളിക്കളത്തിൽ പിച്ചൊരുക്കിയാണ് നിലവിൽ ക്രിക്കറ്റ് പരിശീലനം. അമ്പെയ്ത്ത് പരിശീലനത്തിനും സൗകര്യം പരിമിതം. ഇവയെല്ലാം മറികടക്കാനാണ് കോളേജിൽ കായിക മേഖലയിലെ പശ്ചാത്തല സൗകര്യ വികസനം ലക്ഷ്യം വെക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾ 50 വർഷത്തെ പാരമ്പര്യമുള്ള കോളേജിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. ബുധനാഴ്ച ചേർന്ന യോഗത്തിൽ KV സുമേഷ് MLA, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹൻ, കായിക വകുപ്പ് എഞ്ചിനീയർ പ്രവീഷ് ശങ്കർ വൈശാഖ്, കോളേജ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. അടുക്കളത്തോട്ടം പദ്ധതി പച്ചക്കറി തൈ വിതരണം തുടങ്ങി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അടുക്കളത്തോട്ടം പദ്ധതി ഇരിണാവ് കച്ചേരിത്തറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT ബാലകൃഷ്ണൻ അധ്യക്ഷയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ B സുഷ പദ്ധതി വിശദീകരിച്ചു. 8 പഞ്ചായത്തുകളിലായി തക്കാളി, പച്ചമുളക്, വെണ്ട, വഴുതനങ്ങ തുടങ്ങിയ 7000 പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്യുന്നത്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഹരിത മാതൃക വാർഡുകൾ ഒരുക്കുകയും പ്രസ്തുത വാർഡിൽ ബൂത്ത് നൽകുകയും പാതയോരങ്ങൾ ശുചീകരിക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, K സിജു, K പ്രീത, രേഷ്മ പ്രാഗൻ, ഇബ്രാഹിം കുട്ടി ഹാജി, T ചന്ദ്രൻ, M ബാലകൃഷ്ണൻ, ജോയിന്റ് BDO MKP ഷുക്കൂർ, കല്യാശ്ശേരി കൃഷി ഓഫീസർ TT ബുഷ്ര എന്നിവർ സംസാരിച്ചു. കരുതലും കൈത്താങ്ങും പരാതികൾ നവംബർ 29 മുതൽ ഡിസംബർ 6 വരെ സ്വീകരിക്കും. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിലേക്കുള്ള പരാതികൾ നവംബർ 29 മുതൽ സ്വീകരിച്ചു തുടങ്ങും. ഡിസംബർ 6 വരെ പരാതികൾ സമർപ്പിക്കാം. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു എന്നിവരുടെ നേതൃത്വത്തിൽ ഡിസംബർ 9 മുതൽ 16 വരെയാണ് കണ്ണൂർ ജില്ലയിൽ അദാലത്ത് നടക്കുന്നത്. ഡിസംബർ 9 കണ്ണൂർ താലൂക്ക്, 10 തലശ്ശേരി താലൂക്ക്, 12 തളിപ്പറമ്പ് താലൂക്ക്, 13 പയ്യന്നൂർ താലൂക്ക്, 16 ഇരിട്ടി താലൂക്ക് എന്നിങ്ങനെയാണ് അദാലത്ത് നടക്കുക. അദാലത്തിൽ പരിഗണിക്കുന്നതിനുള്ള പരാതികൾ താലൂക്ക് ഓഫീസുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും കരുതൽ പോർട്ടൽ വഴി ഓൺലൈനായും സമർപ്പിക്കാം. പരാതി നൽകുന്നയാളുടെ പേര്, വിലാസം, ഇമെയിൽ, മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ, ജില്ലാ താലൂക്ക് പരാതി വിഷയം പരിശോധിച്ചിട്ടുള്ള ഓഫീസ്, ഫയൽ നമ്പർ എന്നിവ പരാതിയിൽ ഉൾപ്പെടുത്തണം. അദാലത്തിൽ പരിഗണിക്കാൻ നിശ്ചയിച്ച വിഷയങ്ങളിലുള്ള പരാതികൾ മാത്രമാണ് സമർപ്പിക്കേണ്ടത്. അദാലത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ: ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, പോക്കുവരവ്, അതിർത്തി നിർണയം, അനധികൃത നിർമ്മാണം, ഭൂമി കൈയേറ്റം, അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലുകളും, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, നിരസിക്കൽ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ, കെട്ടിട നമ്പർ, നികുതി, വയോജന സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ, മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ, ശാരീരിക, ബുദ്ധി, മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം, ധനസഹായം, പെൻഷൻ, ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, മാലിന്യ സംസ്കരണം, പൊതുജല സ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും, റേഷൻ കാർഡ്, APL BPL, ചികിത്സാ ആവശ്യങ്ങൾക്ക്, കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും, വിള ഇൻഷുറൻസ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ, വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി, ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, നഷ്ടപരിഹാരം, വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികൾ, അപേക്ഷകൾ, തണ്ണീർത്തട സംരക്ഷണം, അപകടകരങ്ങളായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം. ടൂറിംഗ് ടാക്കീസ് നാളെ കണ്ണൂർ ജില്ലയിൽ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ചുള്ള ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥ വ്യാഴാഴ്ച ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10:30 പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ TAE മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയാകും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയാകും. തുടർന്ന് നൻപകൽ നേരത്ത് മയക്കം പ്രദർശിപ്പിക്കും.
വൈകിട്ട് 5-ന് ചൊക്ലി നെടുമ്പ്രം മടപ്പുരയിൽ രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച നിശ്ചയം പ്രദർശിപ്പിക്കും. 29-ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും. ഡിസംബർ 13 മുതൽ 20 വരെയാണ് തിരുവനന്തപുരത്തെ ഫിലിം ഫെസ്റ്റിവൽ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.